എല്ലാവർക്കും സ്നേഹവന്ദനം. കൊച്ചിയിൽ കുട്ടികൾക്ക് ലഹരി വിതരണം ചെയ്ത പള്ളി വികാരി അറസ്റ്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ വന്ന വാർത്തയാണിത്. പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു. അതിൽ IT ചാനൽ, പിന്നെ ചില പ്രമുഖ ലോക്കൽ ചാനലുകൾ ഈ വാർത്ത ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചു. ചില മുസ്ലിം ചാനലുകൾ, പിന്നെ ഹൈന്ദവ ഒക്കെ ഇവരൊക്കെ നന്നായി കൊട്ടിഘോഷിച്ചു. കാര്യം, പിടിച്ചത് പള്ളി വികാരിയെ, പള്ളി അച്ഛനെയാണ് ലഹരി വിറ്റു എന്നുള്ള കാരണത്താൽ അറസ്റ്റിലായതെന്ന് കേട്ടപ്പോൾ ഭയങ്കര ആഘോഷവും കൊട്ടിഘോഷിപ്പൊക്കെ ആയിരുന്നു. സത്യത്തിൽ അത് ഫേക്ക് ന്യൂസാണെന്ന് അറിയാമോ? സത്യാവസ്ഥ എന്തെന്നറിയാമോ? അത് ഒരു ഫേക്ക് ന്യൂസാണ്. അതിൻ്റെ സത്യം ഇല്ലാതെ ചുമ്മാ പടച്ചു വിട്ടൊരു ന്യൂസാണ് ഈ വാർത്ത. സത്യം ഈ വാർത്ത അന്നല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ല ഇത് പുറത്തു വന്നത്. ഇത് മാസങ്ങൾക്ക് മുമ്പ് ഈ വികാരിയുടെ ഫോട്ടോ വെച്ചുള്ള ഈ ന്യൂസ് പുറത്തു വന്നതാണ്. അത് സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലായത്. ഇതെങ്ങനെയെന്ന് ഞാൻ വ്യക്തമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം, ഇതിന് സത്യാവസ്ഥ പറയുകയും ചെയ്യാം. ശ്രദ്ധിക്കണം. പിന്നെ ലഹരിയെ ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ നിരവധി പ്രചാരണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ വൈറലായ ഒരു സന്ദേശമാണ് മാതൃഭൂമി ഫാക്ട് ചെക്കിന് വസ്തുത പരിശോധനയ്ക്ക് ലഭിച്ചത്. ഈ കൊച്ചിയിൽ കുട്ടികൾക്കുള്ള ലഹരി കൊടുക്കുന്നതിൽ പള്ളി വികാരി അറസ്റ്റ് ചെയ്ത വാർത്തയാണ് വന്നത്. എന്നാൽ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. പരിശോധനയിൽ മാതൃഭൂമി ഇമ്പാക്റ്റ് കണ്ടെത്തിയത് ഈ വാർത്ത തെറ്റാണ്. അങ്ങനെ വികാരിയെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുന്നത്. ഇത് 1 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വൈദ്യവേഷത്തിലുള്ള ഒരാളെയും പിന്നെ അടുത്ത് 3 യുവാക്കളെയും ഒരു വീട്ടിനകത്തുനിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന വാർത്തയാണ് നിങ്ങൾ കേട്ടത്. ഒത്തിരി സന്തോഷിച്ചു. അച്ഛനെ പള്ളി വികാരി കഞ്ചാവിന് പിടിച്ചു എന്ന് കേട്ടപ്പോൾ ഒത്തിരി നിങ്ങൾ ആഘോഷിച്ചു. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. നിരപരാധിയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നിജസ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങളത് പറയരുത്. ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത് നന്നായി മനസ്സിലാക്കി സത്യം എന്താണെന്ന് യാഥാർത്ഥ്യബോധം അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോഴും മിക്ക വീഡിയോയും ചെയ്യുന്നത്. അല്ലാതെ പല വീഡിയോയും പറഞ്ഞു വിടാറില്ല. ശ്രദ്ധിക്കണം. ഇതിൽ ഈ സമൂഹ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒരുപോലെ ഇത് പ്രചരിപ്പിച്ചു. ഇത് വിശദമായി അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഇത് 2023 മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് 2023 ജൂൺ മാസ അവസാനത്തിൽ ഇതേ വാർത്ത, ഈ അച്ഛനെ 2 യുവാക്കളോട് ചേർന്ന് പിടിച്ചോള വാർത്ത 2023 ജൂണിൽ അവസാനത്തിൽ ഈ വാർത്ത സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിച്ച വാർത്തയാണ്. ശ്രദ്ധിക്കണം. അന്ന് ഇത് പോസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് പിന്നെ ലഹരി കൊടുക്കുന്നു എന്നുള്ള വാർത്തയിലാണ്. പക്ഷേ ഇത് തെറ്റാണെന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലാക്കണം. ഇത് മട്ടാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് ഫേക്ക് ന്യൂസാണ്, അങ്ങനെ വാർത്ത ഉണ്ടായിട്ടില്ല എന്നാണ് മട്ടാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് സദാചാര സംഭവം. സദാചാരം എന്ന് പറഞ്ഞാൽ പണ്ട് 2023 ജൂൺ ലാസ്റ്റിൽ ആ ദേശത്ത് ചില പ്രശ്നമുണ്ടാവുകയും ആ പ്രശ്നത്തിൽ സദാചാരമായി ഇടപെട്ട വിഷയത്തിനകത്ത് അച്ഛൻ സദാചാരം അടിക്കാൻ പോയത് ഗുണ്ട വിളയാട്ട് നടത്താൻ പോയതല്ല. ആ പ്രശ്നത്തിൽ അച്ഛൻ പരിഹരിക്കപ്പെട്ട് ആ റൂമിനകത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പുറത്തു നിന്നെടുത്ത് ന്യൂസിലാണ് ഈ അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത്. ഇതാണ് സത്യാവസ്ഥ. പക്ഷേ പെട്ടെന്ന് ന്യൂസിൽ ഇങ്ങനെ ആ വാർത്ത വന്നാൽ പരസ്യമായി. ക്യാപ്ഷൻ നോക്കണം നിങ്ങൾ. അന്ന് സദാചാര വിഷയവുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ്റെ പോവുകയും ആ വിഷയവുമായി പുറത്ത് വരുന്നത്. പക്ഷേ ഇതിൽ സത്യം മനസ്സിലാക്കുക. ഫോട്ടോ എടുത്തപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ വന്നു. ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ? ഉടൻ ഇപ്പോൾ 2023 ജൂൺ മാസത്തിൽ വാർത്ത, ഈ 2025 കണ്ടോ, ഈ വർഷം അതിനെ വേറൊരു ക്യാപ്ഷൻ കൊടുത്ത് കയറ്റിയിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഉള്ള ലഹരി മരുന്ന് കച്ചവടത്തിൽ പള്ളി വികാരി അറസ്റ്റിൽ ആയെന്ന് ഒരു വാർത്ത ക്യാപ്ഷൻ മാറ്റി കുറിച്ചു കൊടുത്തു. എന്തുമാത്രം നീചമാണെന്ന് നോക്കി. ഒരു സത്യം അച്ഛൻ കേട്ട് എന്തുമാത്രം മാനസികമായിട്ട് വിഷമിച്ചു കാണും, എന്തുമാത്രം ദുഃഖിച്ച് കാണും. ഇതുവരെ ആ പുള്ളി അച്ഛൻ വികാരി അതിന് സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയോ ഇത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ പറയാൻ അച്ഛൻ പുറത്തു വന്നില്ല. കാര്യം എന്ത് ചെയ്യാനാ? ആരോട് പറയാനാ? എവിടെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും? കാര്യം സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്.
വികാരി അതാ കഞ്ചാവ് കേസ് അറസ്റ്റിലായി എന്ന് പൊട്ടപ്പെട്ട വാർത്ത വിടുക. പെട്ടെന്ന് ക്രൈസ്തവ സമൂഹത്തെ ഇതിലെ പാസുമാരോ അച്ഛന്മാരോ തെറ്റ് ചെയ്തവരുണ്ടായിരിക്കാം. തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ ഇങ്ങനെ മുസ്ലിം സോഷ്യൽ മീഡിയകൾ, പിന്നെ ഹൈന്ദവ സോഷ്യൽ മീഡിയ ഇങ്ങനെ അലക്കാണ്. പിന്നെ അതുപോലെ അച്ഛനെതിരെ ആർക്കെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ പറന്ന് ഇങ്ങനെ പോകും. കാണുന്നവരൊക്കെ മനസ്സിൽ എന്താണ്, ഇപ്പം അച്ഛനൊരു ലഹരി വിറ്റ, കഞ്ചാവ് വിറ്റ ഒരു കുറ്റക്കാരനായാണ് ഈ വൈദികനെ കാണുന്നത്. സത്യത്തിൽ നിങ്ങൾ മനസ്സിലായോ? തെറ്റാണ് കേട്ടോ. അത് യാഥാർത്ഥ്യം ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ആ ദേശത്തിൽ ഒരു പ്രശ്നം ഉണ്ടായുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ, പള്ളി വികാരി പിന്നെ കുർബാന കണ്ടില്ല, കുർബാന വരാൻ താമസിച്ചത് കൊണ്ട് അവിടെ കടന്നു പോവുകയും കുർബാന സമയത്ത് അച്ഛൻ മദ്യപിച്ചുകൊണ്ടിരുന്നു എന്ന് വാർത്ത ഉണ്ടായി. സത്യം അത് കറക്റ്റാണോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ വെറുതെയാണ്. സത്യത്തിൽ പറയുന്നത് മനുഷ്യനെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റും, മനുഷ്യനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും, ദുഃഖിപ്പിക്കാൻ പറ്റും, എങ്ങനെ പരസ്യമായി അവനെ പഠിച്ചാരാൻ പറ്റുമെന്നുള്ള വാർത്ത ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്ത. ഇത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഫേക്കായിട്ട് കാണണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വേണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ അയച്ചു തരും. ഏത് സ്റ്റേഷനാണ്, എവിടെ വിളിച്ച് അറിയിച്ചു, ആരാണ് പുറത്തു കൊണ്ടുവന്നത്, ഫേക്കാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്, ആരോട് ഇടപെട്ടാൽ ഇത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കേണ്ട. എൻ്റെ വാട്സാപ്പ് കോൺടാക്ട്, ഞാൻ കോൾ എടുക്കില്ല. വാട്സാപ്പ് കോൾ വന്നാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കറക്റ്റായിട്ട് തെളിവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ചു തരാം. പ്ലീസ്. ഞാൻ പല ചാനലെടുത്ത് പറയേണ്ട ചാനൽ എനിക്കുണ്ട്. പറയേണ്ട പല ചാനലും എനിക്ക് എൻ്റെ ഓർമ്മ വരികയാണ്. ഈ വാർത്ത വിട്ട പല ചാനലും എനിക്ക് ആ ചാനലിൻ്റെ പേര് പറയാൻ പേടിയായിട്ടല്ല, ഞാൻ കാരണം അവർ അധിക്ഷേപിക്കുന്നില്ല. ആ ചാനലിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ വാർത്ത ഇടുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇടുമ്പോൾ അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഭവിഷ്യത്തുകളും അനുഭവിക്കുന്നവർ ഒത്തിരി വേദന തിന്നുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അച്ഛനവിടെ ലഹരിപ്പിക്കാൻ പോയതൊന്നുമല്ല. അച്ഛനവിടെ കഞ്ചാവ് അടിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് കഞ്ചാവ് വിൽക്കാൻ പോയ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വാർത്ത നിങ്ങൾ പിന്നെ പറ്റുമോ ഷെയർ ചെയ്യുക. ഈ കാര്യം ഷെയർ ചെയ്യാൻ പറയുന്നത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ആൾക്കാർ അച്ഛനെ പറ്റി തെറ്റിദ്ധാരണ മനസ്സിലാക്കിയവർ ഒന്ന് തിരിച്ചറിയട്ടെ, അയ്യോ അത് പാവമാണ്. പിന്നെ ഇത് ഷെയർ ചെയ്യേണ്ടത് ഈ വാർത്ത ഇടുന്നവർക്കെങ്കിലും ബോധമുണ്ടാകട്ടെ. ചുമ്മാ ഒരു വാർത്ത വന്നുകൊണ്ട് എടുത്ത് എറിഞ്ഞ് തെറ്റാണ്, അത് പാടില്ല. ഇനിയെങ്കിലും വാർത്ത ഇടുമ്പോൾ അത് നന്നായി ആലോചിച്ച് അതിൻ്റെ അന്വേഷിച്ച് സത്യാവസ്ഥ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ എന്നെങ്കിലും ഈ ലോക്കൽ കുറേ ഞങ്ങൾ ലോക്കൽ ചാനലാണ്, ഇതുപോലുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയും പരിശോധിച്ചിട്ട് ഇനി നല്ല വാർത്ത അന്വേഷിച്ചിടരുത് എന്നുള്ള അതിലേക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങളൊക്കെ ഒത്തിരി വാർത്ത ഇടാറുണ്ട്, ചുമ്മാ എവിടെയും കിട്ടുന്ന വാർത്ത ഇടുന്നില്ല. എൻ്റെതായ സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് ആ വാർത്തയൊക്കെ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അച്ഛൻ അതുപോലെ പാവമാണ്, പുള്ളി ലഹരി കച്ചവടം ചെയ്യുന്ന ആളൊന്നുമല്ല. പുള്ളി ഒരു സുവിശേഷം ചെയ്ത മനുഷ്യനാണ്. പുള്ളി വെറുതെ വിടുക, അതിങ്ങനെ പറക്കുകയാണ്. കടന്ന് ന്യൂസ് കണ്ടിലൊക്കെ വാർത്ത വന്നായിരുന്നു, ഞാൻ വായിച്ചു. എന്തുമാത്രം മോശമൊന്നും നോക്കിയോ. അത് സന്തോഷം ഒത്തിരി പേരുണ്ട്. ഇനിയിപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ദുഃഖിക്കും, കുഴപ്പമില്ല. എന്തായാലും ചെയ്യുക, നിങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബസ്.